വേലം കപ്പത്തുലി കഴിക്കുന്നതിനിടയ്ക്ക് തന്നെ പയ്യെ കണ്ണ് ചിമ്മാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ പുറകിലത്തെ കാല് തൊഴുത്തിക്കണ തെന്നാൻ തുടങ്ങി. 11 മണിയോട് കൂടി എല്ലാവരും വന്നു, ഡോക്ടർമാരെല്ലാവരും. നേരം എന്നെ ആശുപത്രിയിലും കൊണ്ടുപോയി. അവർ നമ്മളോട് പറഞ്ഞ് കപ്പത്തോലി കഴിച്ചിട്ടാണ്, പക്ഷെ നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ടില്ല ഇതുവരെയായിട്ടും. ഓ. വെറുതെ ഇരിക്കുന്ന സമയത്ത് കൊഞ്ചിക്കുകയൊക്കെ ചെയ്യും, തലയിലൊക്കെ ചൊറിഞ്ഞു കൊടുക്കും. അപ്പോൾ അവർ 2 കുത്തൊക്കെ തരും ചുമ്മാ തമാശയ്ക്ക്. കയ്യിലൊക്കെ നക്കും, കയ്യിലും മോത്തും. ഭയങ്കര കുസൃതിയൊക്കെ ആയിരുന്നു. അതുമല്ല എല്ലാം മക്കളും മക്കളുടെ മക്കളും അങ്ങനെ ഉള്ളതായിരുന്നു പശുക്കളെല്ലാം. പുറത്തൊന്നും മേടിച്ചിട്ടില്ല. തലമുറകളായിട്ട് നമ്മൾ വളർത്തിക്കൊണ്ട് വരുമായിരുന്നു. തൊഴുത്തെന്ന് വെച്ചാൽ വലിയ സൗകര്യങ്ങളൊന്നുമില്ല, മറ്റേ തീറ്റയാണല്ലോ ഇച്ചിരി കുറവാ. ഞങ്ങളുടെ പശുക്കള് സാധാ പശുക്കളായിരുന്നു. ഇത് ഹൈബ്രിഡ് എന്നാ വരുന്നത്. ഫാം ഇച്ചിരി നല്ല രീതിയിൽ കൊണ്ടുപോകണം, നല്ല ഫാനൊക്കെ മേടിച്ച് ഫിറ്റ് ചെയ്യണം. ജയറാം സാർ പറഞ്ഞു, മറ്റേ പൃഥ്വിരാജ് സാറും മമ്മൂട്ടി സാറും ഇങ്ങനെ പൈസ തന്നിട്ടുണ്ട്, അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. യൂസഫ് അലി സാറിന്റെ അവിടുന്ന് സഹായം ലഭിച്ചായിരുന്നു. അത് ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് എന്ത് പ്രതിസന്ധി ഇനി ഉണ്ടായാലും ഇവിടെയുള്ള എല്ലാ ജനങ്ങളും ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവുമെന്ന് അന്നേരം ഞങ്ങൾക്ക് ബോധ്യമായി. ജയറാമേട്ടൻ ഈ തിരക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ കൃഷ്ണഗിരിയിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് പോയിട്ട് പശുക്കളെ മേടിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞിട്ടുണ്ട്, ആ വീട്ടിലും പറഞ്ഞു, ഇവിടുത്തെ പ്രോഗ്രാം വെച്ചും പറഞ്ഞായിരുന്നു. ടൈൽറ്റീസ് ക്ലിയർ ആയിട്ടിരിക്കുവല്ലേ? ഇത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകാനായിരുന്നു പ്ലാൻ, ആൻഡ് ആ ഒരു പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. പോകുന്നില്ലെന്നാണ് എന്റെ തീരുമാനം. മാത്യുവിനാണ് തോന്നുന്നു വെറ്റിനറി ഡോക്ടർ ആവണമെന്ന് ആഗ്രഹമുണ്ടല്ലേ? ഉണ്ട്. എൻട്രൻസ് ഫ്രീ ആയിട്ട് പഠിക്കാൻ, എൻട്രൻസ് ഫ്രീ കോച്ചിങ് കിട്ടാൻ പോവാണ്. ഇപ്പൊ ഹാപ്പി അല്ലേ? ഇപ്പൊ ഹാപ്പിയാണ്. എന്നാലും പണ്ടത്തെ നേരത്തെ ഉണ്ടായിരുന്ന പശുക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ചെറിയ വിഷമമൊക്കെ ഉണ്ട്. നമ്മളായിട്ട് അത്ര ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അതുങ്ങളെ. അപ്പോൾ പെട്ടെന്ന് പോയപ്പം നമുക്ക് അത്ര പെട്ടെന്ന് താങ്ങാൻ പറ്റുന്നില്ല. ശരിക്കും ഈ 2 ദിവസങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ പറ്റും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ആശ്വാസത്തിന്റെ കുറെ വാർത്തകളായിട്ട് വരുന്നതായിരുന്നു. ശരിക്കും എന്തായിരുന്നു അന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്? അന്ന് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അനിയനും വീട്ടിലില്ലായിരുന്നു. അമ്മയും അനിയത്തിയായിരുന്നു വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ എന്നും ചെയ്യുന്ന പോലെ വാർക്കട മുകളിലായിരുന്നു കപ്പത്തൊലിയിട്ട് ഉണങ്ങിക്കൊണ്ടിരുന്നത്. അപ്പം രാത്രി ആയപ്പോഴത്തേക്കും അമ്മയും അനിയത്തിയും കൂടെ ചാക്കിൽ കപ്പത്തൊലിയുമായി പശുക്കൾ എല്ലാത്തിനും കപ്പത്തൊലി കൊണ്ടുപോയിട്ടു. വേലം കപ്പത്തൊലി കഴിക്കുന്നതിനിടയ്ക്ക് തന്നെ പയ്യെ കണ്ണ് ചിമ്മാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ പുറകിലത്തെ കാല് തൊഴുത്തിക്കണ തെന്നാൻ തുടങ്ങി. അപ്പോഴത്തേക്കും അനിയത്തി പരിക്കകത്ത് കയറി പോയായിരുന്നു. അപ്പോൾ ഒച്ച കേട്ടുകൊണ്ട് അവൾ ഓടി വന്നു. അപ്പോൾ തന്നെ അവൾ അമ്മേനെ വിളിച്ചു, അമ്മയും ഓടി വന്നു. പിന്നെ അപ്പോഴത്തേക്കും എല്ലാ പശുവിനും ഇതായി. അപ്പോഴത്തേക്കും ഞങ്ങൾ അവൾ കരഞ്ഞുകൊണ്ട് വിളിച്ചു വരാൻ പറഞ്ഞുകൊണ്ട്. അപ്പോഴത്തേക്കും ഞങ്ങൾ ഓടി വന്നു. അപ്പോഴത്തേക്കും എല്ലാ പശുവിനായി. അപ്പോൾ തന്നെ എല്ലാ പശുവും തൊഴുത്തി പെടയെന്ന് പറഞ്ഞ് വീണു. ചിലതൊക്കെ അവിടെ വീണു. അപ്പൊ തന്നെ എല്ലാം വീണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെയായിരുന്നു എല്ലാം. പെട്ടെന്ന് വീണ് തല്ലി പടയ്ക്കാൻ തുടങ്ങി, വയറൊക്കെ വീർത്ത്. അപ്പം തന്നെ അയലോക്കത്തുള്ള ചേട്ടന്മാരെ വിളിച്ചു. പടയ്ക്കുന്ന കണ്ടുകൊണ്ട് തന്നെ ഞങ്ങൾ പശുക്കളെ എല്ലാത്തിനെയും തൊഴുത്തിൽ നിന്ന് അഴിച്ചു വിട്ടു. അപ്പോൾ കുറേ എണ്ണം റോട്ടിലേക്ക് പോയി കിടന്നു. പിന്നെ റോട്ടിലേക്ക് ഓടി. അയലോക്കത്തെ പറമ്പിലേക്കെല്ലാം വേദന ഇല്ലായിരുന്നു, നല്ല വേദന ആയതുകൊണ്ട് വയറ് കമ്പിച്ചിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഓടിപ്പോയി. അപ്പോഴത്തേക്കും അന്ന് ഡോക്ടർമാരൊന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു. എല്ലാവരും ന്യൂ ഇയറിൻ്റെ ഇതൊക്കെ ആയതുകൊണ്ട് അപ്പോൾ ആരും വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ മന്ത്രിയുടെ PAനെ വിളിച്ചായിരുന്നു. അപ്പം ഇവന് നേരത്തെ അവാർഡ് കൊടുത്തപ്പം മന്ത്രിയുടെ ചിഞ്ചുറാണി മിനിസ്റ്റർ പറഞ്ഞായിരുന്നു, എന്താവശ്യം ഉണ്ടെങ്കിലും PAയുടെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി, എപ്പോൾ വേണമെങ്കിലും വിളിച്ചോണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അതുകൊണ്ട് PAയുടെ നമ്പറിലേക്ക് വിളിച്ചായിരുന്നു. അപ്പം ആ മാഡം പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തു. അപ്പം തന്നെ ഡോക്ടർമാരെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഡോക്ടർമാർ പെട്ടെന്ന് തന്നെ വിടാമെന്ന് പറഞ്ഞു. 11 മണിയോട് കൂടി എല്ലാവരും വന്നു, ഡോക്ടർമാരെല്ലാവരും. ഡോക്ടർമാരെല്ലാവരും ആ സമയത്തേക്ക് എത്തി. 11 മണിയായപ്പോഴേ എത്തി. നേരം എന്നെ ആശുപത്രിയിലും കൊണ്ടുപോയി. അതിന്റെ ഇടയ്ക്ക് മാത്യു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നല്ലേ? അത് പശുക്കൾ ഓരോന്നായി ഒരെണ്ണം മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവന് പെട്ടെന്ന് ദേഹാസ്വസ്ഥത ഉണ്ടായിട്ട് ആശുപത്രിയിലേക്ക് ഉണ്ടായത്. അപ്പോൾ ഡോക്ടർമാർ വന്നപ്പം ഒരു പശു ആണെങ്കിൽ റോട്ടിൽ കിടക്കുന്നത്, ഈ മെയിൻ റോഡിന് നടുക്കായിട്ട് അത് കിടക്കുന്നത്. വീണപ്പോൾ തന്നെ എൻ്റെ കൊമ്പ് പറഞ്ഞ ഊരി പോയി. റോഡിൽ ചോരയൊക്കെ ആയിരുന്നു. പിന്നെ 2 എണ്ണം വീടിന്റെ മിറ്റത്ത് ചത്ത് കിടക്കുകയായിരുന്നു. പിന്നെ വേറെ 2 എണ്ണം തൊഴുത്തിന്റെ സൈഡിൽ, പിന്നെ ഒരെണ്ണം തോട്ടിൽ വലിയൊരു കുഴിക്കകത്ത് പോയി വീണ് കിടക്കുകയായിരുന്നു. ഈ വയറുവേദന ആയതുകൊണ്ട് ഓടി ഇങ്ങനെ പടച്ച് പോയപ്പം നേരെ തോട്ടിലേക്ക് അങ്ങ് വീണു. ശരിക്കും ഡോക്ടർമാർ എന്താണ് പറഞ്ഞത്? കപ്പത്തൊലി കഴിച്ചിട്ട് തന്നെയാണോ ഈ ഒരു പ്രശ്നം ഉണ്ടായത്, അതോ വേറെ എന്തെങ്കിലും ഇൻഡ്യൂഷൻസ് വല്ലതും ഉണ്ടായിരുന്നോ? അവർ നമ്മളോട് പറഞ്ഞ് കപ്പത്തോലി കഴിച്ചിട്ടാണ്, പക്ഷെ നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ടില്ല ഇതുവരെയായിട്ടും. പക്ഷെ പിന്നെ കണ്ടത് ഒരുപാട് ആശ്വാസ വാക്കുകൾ വരുന്നു, ഒരുപാട് സഹായങ്ങൾ വരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. അത്രയും ഒരു ആശ്വാസ വാക്കുകളൊക്കെ കേട്ടപ്പോൾ ആ ഒരു മൊമെന്റിൽ എന്തായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്? അന്നേരത്തേക്ക് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്, ഇനി ഞങ്ങൾക്ക് ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാം. ഇപ്പം ഇതിൽ നല്ല രീതിയിൽ ഞങ്ങൾക്ക് നല്ല ശക്തിയോടെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ വളർത്തി നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് അപ്പം ബോധ്യമായി. അപ്പം ഞങ്ങൾക്ക് എന്ത് പ്രതിസന്ധി ഇനി ഉണ്ടായാലും ഇവിടെയുള്ള എല്ലാ ജനങ്ങളും ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവുമെന്ന് അന്നേരം ഞങ്ങൾക്ക് ബോധ്യമായി. ഒരുപാട് പേര് വന്ന് മീറ്റ് ചെയ്തില്ലേ, നമ്മുടെ സെലിബ്രിറ്റീസ് ആണെങ്കിലും. ജയറാമേട്ടൻ വന്നു, വലിയൊരു ആശ്വാസമായിരുന്നല്ലോ ആ ഒരു സമയത്ത്. അതൊട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു ജയറാമേട്ടൻ ഇങ്ങനെ വരുമെന്നും. അപ്പം വിളിച്ചൊന്നുമില്ല, നേരെ വരുക ചെയ്തത്. അപ്പൊ കണ്ട സമയത്ത് ഷോക്കായി പോയിട്ടുണ്ടായിരുന്നു. ആദ്യം മീഡിയക്കാരൊക്കെ പറഞ്ഞു ഇങ്ങനെ ജയറാമേട്ടൻ വരുന്നുണ്ട്. അപ്പം വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു, പറയുന്നൊക്കെ ഓർത്തായിരുന്നേ. വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ജയറാമേട്ടൻ എന്നിട്ട് എന്തൊക്കെ പറഞ്ഞു?
ജയറാമേട്ടൻ 5 ലക്ഷം രൂപ തന്നു. കുറെ നേരം വർത്താനൊക്കെ പറഞ്ഞ് കട്ടൻ ചായയും ഉഴുന്നോടെ കഴിച്ചിട്ടാ പോയത്. അതിൽ ഞാൻ വേറൊരു ഹാപ്പി ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് ജയറാമേട്ടൻ ഈ തിരക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ കൃഷ്ണഗിരിയിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് പോയിട്ട് പശുക്കളെ മേടിച്ച് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞിട്ടുണ്ട്. ആ വീട്ടിലും പറഞ്ഞു, ആ. ഇവിടെ ഇവിടത്തെ പ്രോഗ്രാം വെച്ചും പറഞ്ഞായിരുന്നു. ഇന്ന് ജയറാമേട്ടനെ മീറ്റ് ചെയ്തല്ലേ? ആ. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇങ്ങനെ മീറ്റ് ചെയ്യാൻ സാധിക്കുമെന്നും. അന്നേരം ജയറാമേട്ടൻ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയായിരുന്നു. അപ്പം ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ ജയറാമേട്ടൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഞങ്ങൾ അവിടെ ആയിട്ടൊരു സോഫയിൽ ഇരിക്കുകയായിരുന്നു. അപ്പം പെട്ടെന്ന് ഇവിടെയുള്ള ആങ്കർ കാണിച്ചു കൊടുത്തു ഞങ്ങൾ ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ജയറാമേട്ടൻ പെട്ടെന്ന് ഞങ്ങളെ കണ്ടു. അപ്പോൾ സ്റ്റേജിലേക്ക് ഓടി കയറി വരാൻ പറഞ്ഞു. ഓക്കെ. അപ്പോൾ കയറി വന്നപ്പോൾ കെട്ടിയൊക്കെ പിടിച്ച് ഫോട്ടോയൊക്കെ എടുത്തു. ഓക്കെ. ശരിക്കും ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പ് എവിടെയോ കേട്ടതാണ്, മാത്യുവിന്റെ ഇന്റർവ്യൂലാന്ന് തോന്നുന്നു, ജോർജിന് പുറത്തേക്ക് IELTS ഒക്കെ പഠിച്ച് IELTS ക്ലിയർ ആയിട്ടിരിക്കുമല്ലേ, ഇത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകാനായിരുന്നു പ്ലാൻ. ആൻഡ് ആ ഒരു പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. ഇനി പോകുന്നില്ല തീരുമാനിച്ചു. പോകുന്നില്ലെന്നാണ് എൻ്റെ തീരുമാനം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ കാരണം എന്ന് പറയാമോ? കാരണം ഇപ്പോൾ ഇവരെ വല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പം ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പം ഞാനിനി പോയാലും ഒരാശ്വാസം പകരാനും ഇപ്പം കുടുംബത്തിലെ ആരും അങ്ങനെ ഇല്ല. ഞങ്ങൾ പഠിക്കാനൊക്കെ ആയിട്ട് പോയി കൊണ്ട് അമ്മേനെ ഹെൽപ്പ് ചെയ്യാനും അങ്ങനെ വീട്ടിൽ ആരും ഇല്ല. അപ്പം അതുകൊണ്ട് ഇരിക്കാൻ തീരുമാനം. ഓക്കെ. ഇവിടെ പഠിച്ച് ഇനിയിപ്പം മുമ്പോട്ടേക്ക് പഠിച്ച് പഠനമൊക്കെ ആയിട്ട് നമ്മൾ മുമ്പോട്ടേക്ക് പോകാണല്ലോ, അതേ നമുക്ക് പശുക്കളെ വളർത്തി അങ്ങനെ ഒരു രീതിയിൽ പോകണമെന്ന് താല്പര്യമുണ്ടോ? പഠനത്തിൻ്റെ ഒപ്പം ഇതും കൂടെ കൊണ്ടുപോകണം എന്നൊരാഗ്രഹം. ഓ ബ്യൂട്ടിഫുൾ. ഓക്കെ. അപ്പം പഠിക്കുന്ന സമയത്ത് ഇനി എന്തെങ്കിലും വെറ്റിനറി റിലേറ്റഡ് ആയിട്ടോ, അതിൽ എനിക്കൊന്ന് മാത്യുവിനാണ് തോന്നുന്നു വെറ്റിനറി ഡോക്ടർ ആവണമെന്ന് ആഗ്രഹമുണ്ടല്ലേ? ഉണ്ട്. +1 +2 കഴിഞ്ഞിട്ട് നമ്മൾ ഡോക്ടർ ആവാൻ പോകും. ഓക്കെ. അതിൽ എവിടെ നിന്നൊക്കെയോ ഓഫർ വന്നിട്ടുണ്ടായിരുന്നു, കോച്ചിങ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു, അതെന്താന്ന് പറയാമോ? ബ്രില്യൻസിന്ന് വന്നായിരുന്നു. +1 +2 സമയത്ത് പഠിക്കാനുള്ള കോച്ചിങ് എൻട്രൻസ് ഫ്രീ ആയിട്ട് പഠിക്കാം. എൻട്രൻസ് ഫ്രീ കോച്ചിങ് കിട്ടാൻ പോവാണ്. ഓക്കെ. പണ്ടേ ആഗ്രഹം വെറ്റിനറി ഡോക്ടർ ആവണം തന്നെയായിരുന്നോ? തീർച്ചയായും. ജോർജിലേക്ക് വരുമ്പം എൻ്റെ ആഗ്രഹം എനിക്ക് പുറത്ത് പോയിട്ട് മറ്റേ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ പ്രോഗ്രാം ചെയ്യണമെന്നായിരുന്നു. അപ്പോൾ ഇനി അത് പോകാൻ പറ്റില്ലെന്നായതുകൊണ്ട് ഇനി എന്തെങ്കിലും അടുത്ത് പെട്ടെന്ന് തന്നെ എടുക്കണം. ഓക്കെ. ഒരുപാട് കോൾസും കാര്യങ്ങളും ഒരുപാട് പേര് വിളിക്കുകയും ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ടച്ചിങ് ആയിട്ട് തോന്നി, ഇപ്പോൾ ജയറാമേട്ടൻ്റെ ഇൻസിഡൻറ്റ് നമുക്കറിയാം, അല്ലെങ്കിൽ ഭയങ്കര ഷോക്കിംഗ് ആയിട്ട് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നിയ ഒരു ഇൻസിഡൻറ്റ് എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ? യൂസഫ് അലി സാറിൻ്റെ അവിടുന്ന് സഹായം ലഭിച്ചായിരുന്നു. അതൊട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അപ്പോൾ അവർ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഭയങ്കര സർപ്രൈസായി. അപ്പം കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് ചായ കുടിച്ച് കഴിഞ്ഞാൽ അവരും പോയെ. പശുവിനെല്ലാം കണ്ടു കഴിഞ്ഞ് അവർ സന്തോഷത്തോടെ പോയെ. ഓക്കെ. ജയറാമേട്ടൻ വിളിച്ചെന്ന് ഓൾറെഡി പറഞ്ഞു. വേറെ ആരൊക്കെയാണ് ഫിലിം ഫീൽഡിൽ നിന്നൊക്കെ വിളിച്ച്? ജയറാം സാർ പറഞ്ഞു മറ്റേ പൃഥ്വിരാജ് സാറും മമ്മൂട്ടി സാറും ഇങ്ങനെ പൈസ തന്നിട്ടുണ്ട്, അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അന്നേരം വലിയ സന്തോഷമായി. ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു മമ്മൂക്ക സാറും പൃഥ്വിരാജ് സാർക്ക് ഇങ്ങനെ ഇടപെടുമെന്നും. പിന്നെ അത് കഴിഞ്ഞ് മറ്റേ ഗോവിന്ദൻ മാഷ് 2 പശുക്കളെ എങ്ങാണ്ട് മേടിച്ചു തരാമെന്ന് പറഞ്ഞു. പിന്നെ MM മണി സാറ് കഴിഞ്ഞ ദിവസം വരാൻ വേണ്ടിയിരുന്നായിരുന്നു. പിന്നെ പെട്ടെന്ന് സാറിന് വന്നപ്പോഴത്തേക്കും ശാരീരികമായ പ്രശ്നം ന്യൂമോണിയ പിടിച്ചു. അപ്പോൾ സാറിന് വരാൻ പറ്റിയില്ല. സാർ എന്നിട്ടും വരണമെന്ന് ഓർത്തിരുന്നു. പിന്നെ സാറിന് പെട്ടെന്ന് വയ്യാണ്ടായി. ഇപ്പോൾ അവരെ എല്ലാവരും ആശുപത്രി കൊണ്ടുപോയി. പിന്നെ ചിഞ്ചുറാണി മിനിസ്റ്ററും റോഷി മിനിസ്റ്ററും വന്നു. പിന്നെ ചിഞ്ചുറാണി മേഡം 5 പശുവിനെ തരാമെന്ന് പറഞ്ഞു. ഇൻഷുറൻസ് ചെയ്ത് പശുവിനെ തരാമെന്ന് പറഞ്ഞു. ഈ മരിച്ചുപോയ പശുക്കൾക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല അല്ലേ? ഇല്ലായിരുന്നു. ഇപ്പോൾ ഉള്ള പശുക്കൾക്ക് പിന്നെ എടുക്കാനുള്ള പ്ലാൻ കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ? ഇല്ല, അത് അറിയത്തില്ല. സംഭാവന ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് പശുക്കളെ. അപ്പം നമ്മൾ പിന്നെ മേടിക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല. ഓക്കെ. പിന്നെ മിൽമയുടെ വകയായിട്ട് 45,000 കിട്ടും. ഇപ്പോൾ ജയറാമേട്ടൻ്റെ അല്ലാതെ ഇപ്പോൾ പൃഥ്വിരാജ് സാറും അതുപോലെ തന്നെ മമ്മൂട്ടി സാറൊക്കെ ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരുടെ പേയ്മെന്റ് കാര്യങ്ങളെല്ലാം അക്കൗണ്ടിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നോ? അവർ അക്കൗണ്ടിലേക്ക് അയച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ഇപ്പം ഈ ഇടയ്ക്കായിട്ട് ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു. വീട്ടിലേക്ക് തിരക്കും കാര്യങ്ങളും നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ബാങ്കിൽ പോയി ബുക്ക് പതിപ്പിക്കാനൊന്നും പറ്റിയില്ല. അപ്പം അത് നോക്കിയില്ല. അപ്പം അടുത്ത ദിവസം തന്നെ അത് പോകണം. ശരിക്കും നിങ്ങളുടെ വാർത്ത കേട്ടപ്പോഴേ അതിൽ നമ്മളെല്ലാം ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. അതായത് ഓരോ പശുക്കൾക്ക് നിങ്ങൾ ഓരോരോ വ്യത്യസ്തങ്ങളായ പേരുകൾ ഇട്ട് വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. വളരെ രസകരമായ കുറേ പേരുകൾ കണ്ടു. ആ പഴയ പേരുകളൊക്കെ ഒന്ന് പറയാവോ? അത് ആ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഇരട്ടകളുണ്ടായി. ഇരട്ടക്കിടാക്കൾ, പെൺകിടാക്കൾ 2 HF. അതുങ്ങൾക്ക് മിന്നൂന്നും പൊന്നൂന്നും. മിന്നു പൊന്നു. ബാക്കിയുള്ള പേരുകൊണ്ട് പറഞ്ഞ് അതിൻ്റെ ഒക്കെ അവരൊരു 4 പേരാണ് ഗ്യാങ്. അതിൽ മിന്നും പൊന്നും മർത്തയും മറിയാമ്മ. ഓക്കെ. പിന്നെ അതല്ലാതെ 3 കിടാക്കൾ വേറൊരു ഗ്യാങ് ഉണ്ട്. അത് കൊച്ചിറാണി, ഐശ്വറാണി, മഹാറാണി. ഇതില് മഹാറാണി മരിച്ചുപോയി. കൊച്ചിറാണി 7 മാസം ചെനയായിട്ടിരിക്കുന്നു. ഐശ്വറാണിയുടെ കൈയുടെ ഞരമ്പിന് അന്നത്തെ വീഴ്ച കംപ്ലൈന്റ് ആയിട്ട് കൈ ഒരെണ്ണം കുത്തത്തില്ല. ഇതാരാ ഈ പേരൊക്കെ ഇട്ട് വെക്കുന്നത്?
അത് അമ്മയും ഞങ്ങളെല്ലാരും ഓക്കെ. മെയിനായിട്ട് ഇവനാണ് പേരിലിടാറ്. അല്ലേ വേറെ എന്തോ ഒരു പേര് ഞാൻ കേട്ടായിരുന്നു, പക്ഷെ ഞാൻ വിട്ടുപോയി. ഭയങ്കര രസമുള്ളൊരു പേര് ഞാൻ എവിടെ കേട്ടിട്ടുണ്ടായിരുന്നു. അൽഫോൺസ് എന്നായിരിക്കും. അൽഫോൻസ് അല്ല, വേറെന്തോ ഒരു. പുള്ളിക്കാരി ഇടയ്ക്കായിട്ട് ന്യൂസിലൊക്കെ നിറഞ്ഞിപ്പുണ്ടായിരുന്നു. ഓ ഓക്കെ. അവളുടെ അമ്മയാണ് ആദ്യം മരിച്ചുപോയത്. ഞായറാഴ്ച അതിന് രാത്രി 3 മാസം ആദ്യമേ പ്രായമേ മരിച്ചു. ഉള്ളൂ. ഞായറാഴ്ച രാത്രി ആദ്യമേ എൻ്റെ അമ്മ മരിച്ചു, അൽഫോൺസയുടെ. അൽഫോൻസ. ന്യൂസുകാരൊക്കെ വരുമ്പം അവരുടെ അടുത്തേക്ക് കൊഞ്ചിക്കൊണ്ടൊക്കെ ചെല്ലുമായിരുന്നു. അൽഫോൻസ. ഓക്കെ. വേറെ വേറെ രസകരമായ പേരുകളുണ്ടായിരുന്നോ? എവിടെയോ ഞാനൊരു പേര് കേട്ടായിരുന്നു, പക്ഷെ മൂരികൾക്ക് എന്തോ വിട്ടുപോയി. കിട്ടിട്ടുണ്ടായിരുന്നു. മൂരികളുടെ പേര് പറയാൻ എനിക്കൊരു അങ്ങനെ എന്തോ ഒരു പേരാണ് കേട്ടിട്ടുണ്ടായിരുന്നത്. തൊമ്മൻ, ഔസേപ്പ്, അവറാൻ, വർക്കി. ഓക്കെ. ഇനി നമ്മൾ കുറെ പശുക്കളെ മേടിക്കാൻ പോവാണല്ലോ. ആ. അപ്പൊ ഇനി മേടിക്കാൻ പോകുന്ന ഒരു 10 പശുക്കൾക്ക് എന്തെങ്കിലും ഒരു പേരിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇടാൻ പോവുക? ഇല്ല, അവരിപ്പോൾ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പേര് ഞാൻ കണ്ടിന്യൂ ചെയ്യാനാണ് താല്പര്യം. ഇപ്പൊ ജോസഫ് സാർ എന്ന പശുവിന് പേരിട്ടിട്ടുണ്ട്. അവർ നേരത്തെ ഇട്ടായിരുന്നു, കരീന എന്ന പേര്. ജോസഫ് സാറിന്റെ ജോസഫ് മോന്റെ സാറിന്റെ മോനിട്ട. കൊച്ചുമക്കൾ ഇട്ട പേര്. ഓ ഓക്കെ. അത് കൊറോണ കാലത്ത് ഉണ്ടായ കിടാവായിരുന്നു. അവൾ 4 മാസം ഗർഭിണിയാണ്. 2 വയസ്സ് ഉണ്ട്. പശുക്കളോട് നിങ്ങൾ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് വർത്താനം പറയാ, അല്ലെങ്കിൽ അവരെ കൊഞ്ചിക്കുക, ലാളിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടോ? വെറുതെ ഇരിക്കുന്ന സമയത്ത് കൊഞ്ചിക്കുകയൊക്കെ ചെയ്യും, തലയിലൊക്കെ ചൊറിഞ്ഞു കൊടുക്കും. അപ്പോൾ അവര് 2 കുത്തൊക്കെ തരും ചുമ്മാ തമാശക്ക്. ഓക്കെ. പിന്നെ കയ്യിലൊക്കെ നക്കും, കയ്യിലും മോത്തും. ഭയങ്കര കുസൃതിയൊക്കെ ആയിരുന്നു. ഇത് വാർത്തകളൊക്കെ അറിയുന്ന സമയത്ത് സ്കൂളിൽ ഫ്രണ്ട്സിന്റെ ഒക്കെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു? അതിനെ കുറേ കൂട്ടുകാർ വിളിച്ചായിരുന്നു, വിഷമിക്കണ്ട, എല്ലാം ശരിയാവും, ദൈവം എപ്പോഴും കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവരെന്നെ ആശ്വസിപ്പിച്ചായിരുന്നു. അപ്പം അതുകൊണ്ട് ചെറുതായിട്ട് സങ്കടം എല്ലാം മാറി അയ്യോ ഓക്കെ വരുന്നുണ്ട്. ഓക്കെ. മാത്യുവിന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്ത് പറഞ്ഞു? അവര് ഞാൻ കഴിഞ്ഞ ദിവസം സ്കൂളിൽ പോയായിരുന്നു. അന്നേരം അവര് നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ എച്ചൻ പറഞ്ഞു നാളെ മുതൽ സ്കൂളിൽ വരാൻ പറഞ്ഞേക്കുന്ന. ഇത്രയും ദിവസം നമ്മൾ സ്കൂളിൽ പോയില്ലല്ലേ? ഇല്ല, ഓക്കെ. 10ലും കൂടെ ആയതുകൊണ്ട്. ഇപ്പൊ എത്ര പശുക്കളുണ്ട് നമുക്ക്? മൊത്തം MLA കഴിഞ്ഞ ദിവസം ഒരു പശുവിനെ കൊണ്ടു തന്നു. അതും കൂടെ സാറ് PJ ജോസഫ് സാർ ഒരു പശുവിനെ കൂടെ കൊണ്ടു തന്നു. അപ്പം അതും കൂടെ കൂട്ടി മൊത്തം 10 പശു ഉണ്ട്. ഇപ്പൊ മൊത്തം 10 പശുവുണ്ട്. ഓക്കെ. ഇനി ജയറാമേട്ടന്റെ പശുക്കളെ മേടിക്കാൻ പോകണ്ടേ നമുക്ക്? പോണം, തീർച്ചയായും. ഓക്കെ. കൃഷ്ണഗിരിയിൽ പോണം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു വലിയ ഫാം ആക്കി മാറ്റാനുള്ള ഒരു പ്ലാൻ ഉണ്ടോ? ഇപ്പൊ നമ്മുടെ തൊഴുത്തിന് വെച്ചാൽ വലിയ സൗകര്യങ്ങളൊന്നുമില്ല, മറ്റേ തീറ്റയാണ് ലിച്ച കുറവാ. ഞങ്ങളുടെ പശുക്കള് സാധാ പശുക്കളായിരുന്നു. ഇത് ഹൈബ്രിഡ് ആണ് വരുന്നേ. ഇനി വരാൻ പോകുന്നത്. ഫാം ഇച്ചിരി നല്ല രീതിയിൽ കൊണ്ടുപോകണം. നല്ല ഫാനൊക്കെ മേടിച്ച് ഫിറ്റ് ചെയ്യണം. അപ്പം നേരത്തെ ഫാനൊന്നും ഇല്ലായിരുന്നു. അപ്പം അന്നേരം സാധാരണ പശുക്കളായതുകൊണ്ട് അതുങ്ങൾക്ക് അതിൻ്റെ വലിയ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. അവരൊക്കെ ചൂടൊക്കെ സഹിക്കുന്ന, ചൂടൊന്നും ഇച്ചിരി ചൂട് കൂടിയാലും വലിയ കുഴപ്പമില്ലാത്ത ഇനം കന്നാലികളായിരുന്നു. ഇനി വന്നവർക്ക് ചൂട് സഹിക്കത്തില്ല അങ്ങനത്തെ. അതുകൊണ്ട് അടുത്ത ദിവസം തന്നെ ഒരു ഫാനൊക്കെ ഫിറ്റ് ചെയ്യണം. പിന്നെ ഇച്ചിരിയോടെ കന്നാലിന് അവർ കുറേ പേര് സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ അടുത്ത ദിവസം തന്നെ പുതിയ ഒരു ഫാം പണിയണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് ബ്ലോക്കിൻ്റെ വകയായിട്ടും പഞ്ചായത്തിൻ്റെ വകയായിട്ടും അവർ ഹെൽപ്പ് ചെയ്യാമെന്ന്, അവരെ പറ്റുന്നതിന് പരമാവധി ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്കായിട്ട് നമുക്ക് ഇനി വരാൻ പോകുന്ന കന്നുകാലിക്കുള്ള തീറ്റയും അവിടെ വീടിൻ്റെ അവിടെ അതിലൂടെയൊക്കെ വച്ച് പിടിപ്പിക്കണം എന്നൊക്കെ ഉണ്ട്. ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങിയത് എനിക്കറിയാം. അച്ഛൻ മരിച്ചതിന് ശേഷമാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നതെന്ന് അറിയാം. പക്ഷേങ്കിലും നമുക്കിപ്പം പശുക്കളെ വളർത്താൻ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ആ ഒരു എന്തുകൊണ്ടാണ് പശുക്കളോടുള്ള ആ ഒരു പ്രത്യേക സ്നേഹം അതെങ്ങനെയാണ് ഉണ്ടായെന്ന് പറയാമോ? പണ്ടേ മുതലേ പശുക്കളെ കണ്ടു വളർന്നത് തന്നെ ഞങ്ങളെല്ലാവരും. ഞങ്ങളുടെ കുടുംബത്തിൽ നേരത്തെ മുതൽ പശു വളർത്തലുള്ളതാണ്. അങ്ങനെ കണ്ടു പഠിച്ച് പശുവിനെ വളർത്തി വരുമായിരുന്നു. പിന്നെ അതുമല്ല, എല്ലാം മക്കളുടെ മക്കളും അങ്ങനെ ഉള്ളതായിരുന്നു പശുക്കളെല്ലാം. മക്കളുടെ മക്കളും അതിൻ്റെ മക്കളും പുറത്തൊന്നും മേടിച്ചിട്ടില്ല. തലമുറകളായിട്ട് നമ്മൾ വളർത്തിക്കൊണ്ട് വരുമായിരുന്നു. ഒന്നിനും പുറത്തൊന്നും മേടിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ പല കാര്യങ്ങളിലും ഇപ്പം നമുക്കിപ്പോൾ ഒരു പൂച്ചേനെ വളർത്തുന്നത് അത്ര ഈസി അല്ലല്ലോ പശുക്കളെ വളർത്തുക എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നാൽ അല്ലെങ്കിൽ പഠിപ്പിച്ചു തന്നതൊക്കെ ആരൊക്കെയായിരുന്നു? അച്ഛൻ ചെയ്യുന്നതായിട്ട് ഞങ്ങളത് പഠിച്ചായിരുന്നു. ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്ന അമ്മേനെ കണ്ടിട്ടുണ്ടായിരുന്നു. അമ്മ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്താണ് അമ്മയുടെ അമ്മ ഇപ്പം എങ്ങനെയാണ്? അമ്മ നല്ല ഹാപ്പിയാണ്. എന്നാലും പഴയ ഓർമ്മകളൊക്കെ വരുമ്പം പെട്ടെന്ന് വിഷമം വരും. നേരത്തെ ആണെങ്കിൽ പശുക്കളെല്ലാം വീടിന്റെ മുറ്റത്തേക്കൊക്കെ എല്ലാം വരുമായിരുന്നു. ഭയങ്കര സ്നേഹമായിരുന്നു നമ്മളോട്. ഭയങ്കര അന്നേരം തൊഴുത്തെല്ലാം നിറഞ്ഞ പശുക്കളായിരുന്നു. ഇപ്പം കാലിയായി. ഇത്രയും പശുക്കളെ നമ്മൾ പരിപാലിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു ടാസ്ക് അല്ല. അപ്പം അതിനൊക്കെ ഒരുപാട് ചിലവുകളുണ്ട്. കാലിത്തീറ്റ വേണം, പിന്നെ ചില പശുക്കൾക്ക് ബ്ലോക്ക് പുല്ല്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ലേ? അപ്പം ഇത്രയും ചിലവുകൾ കാര്യങ്ങളൊക്കെ അതൊക്കെ എങ്ങനെയാണ് മീറ്റ് ചെയ്ത് പോകുന്നതെന്ന് പറയാമോ? കഴിഞ്ഞ ഒരു വർഷത്തിന് ഇടയ്ക്കായിട്ട് ഞങ്ങളുടെ പശുക്കൾക്ക് ഈ കാലിത്തീറ്റയുടെ പ്രശ്നം ബാധിച്ചായിരുന്നു. എന്ന് വെച്ചാൽ യൂറിയ കാലിത്തീറ്റക്കകത്ത് കൂടിയായിരുന്നു. എല്ലാ കാലിത്തീറ്റ ഫാമിലി ഇങ്ങനെ കാലിത്തീറ്റ കൊടുത്ത പ്രശ്നം ഉണ്ടായിരുന്നു കന്നാലികൾക്കെല്ലാം. അപ്പം ഞങ്ങളുടെ ഫാമിൽ അത് ബാധിച്ചു. കന്നാലിക്ക് വയറിളക്കവും വയറുഗംഭീരൊക്കെ ആയിരുന്നു. അപ്പം അന്നേരത്തേക്കും പാല് പെട്ടെന്ന് ഡൗൺ ആയി. അതിനു മുമ്പ് നമ്മൾ സൊസൈറ്റിയിൽ ഒരു ദിവസം 60 ലിറ്റർ പാലും പിന്നെ വീടുകളായിട്ട് 10 ലിറ്റർ പാലും കൊടുക്കുമായിരുന്നു. അപ്പം നമ്മുടെ കയ്യിൽ മിച്ചം വയ്ക്കാൻ
അത്യാവശ്യം നല്ല പൈസ കിട്ടുമായിരുന്നു. പക്ഷേ ഈ കാലിത്തീറ്റ പ്രശ്നം വന്നു കഴിഞ്ഞ ശേഷം നമുക്ക് നേരെ കാല് down ആയി. കാലിത്തീറ്റയ്ക്ക് ഇപ്പം നല്ല വിലയല്ലേ. കാലിത്തീറ്റയ്ക്ക് കൊടുക്കാൻ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ വീടുകളിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ് നമ്മളിപ്പോൾ കഴിഞ്ഞു പോകുന്നത്. നിങ്ങളുടെ ഈ ഒരു പശു വളർത്തൽ ആ ഒരു സംരംഭത്തിൽ നിന്നാണോ വീട്ടിലെ എല്ലാ ചെലവുകളും കഴിഞ്ഞു പോകുന്നത്? ആ ആണല്ലേ? അമ്മ അനിയത്തി എല്ലാവരും കൂടും. 10ാം ക്ലാസ്സിലും പ്ലസ് ടു പഠിക്കുന്ന 2 കൊച്ചു കുട്ടികളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കൊച്ചു കുട്ടികളാണ്. അപ്പം നിങ്ങളാണ് ഇത്രയും വലിയ ഭാരിച്ച വലിയ റെസ്പോൺസിബിലിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ശരിക്കും ഹാറ്റ്സ് ഓഫ്. അവാർഡ് കിട്ടിയതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? 2021 മികച്ച ക്ഷീര കർഷകനുള്ള അവാർഡ്, കുട്ടി കർഷകനുള്ള അവാർഡ് കിട്ടുന്നത്. ആ സമയത്ത് ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? അന്നേരം പശു വളർത്തൽ തന്നെയായിരുന്നു. അന്നേരം അത്യാവശ്യം പശുക്കളും പിന്നെ ഒരു നല്ല രീതിയിൽ പോകുന്നതായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറേ അവാർഡുകളും സമ്മാനങ്ങളുമായിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് കുറെ അവാർഡുകളൊക്കെ മേടിക്കണ്ടേ അല്ലേ? തീർച്ചയായും. ഇത് വെറും ഒരു തുടക്കം മാത്രമാണ്. നമ്മളിനി കൈ നിറയെ അവാർഡുകളും സമ്മാനങ്ങളൊക്കെ ആയിട്ട് ഇനി ശക്തമായിട്ട് മുമ്പോട്ടേക്ക് പോകും. ഇതിനേക്കാൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോകണമെന്നാണ് ആഗ്രഹം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ബിക്കോസ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. നമ്മളൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും നിങ്ങൾ വലിയ വലിയ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഠിക്കുന്നു, പഠനത്തിൻ്റെ ഒപ്പം ഒരു ജോലി ചെയ്യുന്നു, വലിയ കാര്യം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും അതുപോലെ തന്നെ വളരെ ശക്തമായിട്ട് മുമ്പോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റട്ടെ. അപ്പോൾ എല്ലാ സ്വപ്നങ്ങളും നിറവേറട്ടെ, വലിയൊരു വിജയമായി തീരട്ടെ നിങ്ങളുടെ എല്ലാ സംരംഭങ്ങളും. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.